രാവിലെ തന്നെ ട്രെയിനുകൾ മിക്കതും വൈകിയാണ് ഓടിയത്. അതുകൊണ്ടായിരിക്കാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പതിവിലും തിരക്കാണ്. ക്യാമറയും കാവിക്കൊടിയും കണ്ടതോടെ യാത്രക്കാരിൽ ചിലർ അടക്കം പറയുന്നു. സംഭവം BJPയുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശിന്റെ കടന്നുവരവാണ്. 8 മണിയോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹം ഓട്ടോ ഡ്രൈവർമാരോടും ടാക്സി ഡ്രൈവർമാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവനും KV സുധീറും കൗൺസിലർ T റെനീഷും ഒപ്പം ചേർന്ന് 1ാം പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട്. കോഴിക്കോടിന്റെയും റെയിൽവേയുടെയും സമഗ്ര വികസനത്തിന് മോദി ഗ്യാരണ്ടിക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു MT രമേശിന്റെ പര്യടനം. നിരവധി BJP പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആളുകളെ കാണുകയും അവരോടെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുകയും എന്തായാലും വോട്ട് തന്ന് സഹായിക്കണമെന്ന് പറയുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം പ്ലാറ്റ്ഫോമിലെ ചായക്കടയിലേക്ക്. അവിടെ നിന്ന് ചായ വാങ്ങിക്കഴിച്ച MT രമേശിന് സമ്മാനമായി ഒരാൾ അലുവ സമ്മാനിക്കുന്നു. അലുവയും വാങ്ങി വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയും നടത്തി. താൻ വരികയാണെങ്കിൽ ശക്തമായ വികസനവും അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടിയും ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു രമേശിന്റെ മടക്കം.